ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. മാങ്ങാട്ടിരി പൂക്കൈത റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി 15 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് കുറുക്കുളി മൊയ്തീൻ MLA നിർദ്ദേശം നൽകി. തിരൂർ നിയോജക മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പ്, കേരള വാട്ടർ അതോറിറ്റി, KSEB വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവൃത്തികളുടെ അവലോകന യോഗം പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിൽ നടന്നു. യോഗത്തിൽ കുറുക്കുളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. പട്ടംനടക്കാവ് റോഡ് നവീകരണം, തിരൂർ ഏഴൂർ റോഡ് പ്രവൃത്തി എന്നിവ ഉടൻ പൂർത്തിയാക്കാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തിരൂർ മണ്ഡലത്തിലെ ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾക്ക് 332 കോടി 85 ലക്ഷം രൂപയാണ് JJM, വാട്ടർ അതോറിറ്റി എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അനുവദിച്ചിട്ടുള്ളത്. അതിൽ 20,715 ഗാർഹിക കണക്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. ബാക്കി കണക്ഷനുകൾ നൽകാൻ MLA നിർദ്ദേശിച്ചു. മണ്ഡലത്തിലെ രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ വേണ്ട നടപടി കൈക്കൊള്ളാനും പട്ടംനടക്കാവ് വൈരങ്കോട് ക്ഷേത്രം വരെ ഭാഗത്ത് വൈദ്യുതി ലൈൻ ഉയർത്താൻ നടപടിയെടുക്കണമെന്നും MLA നിർദ്ദേശം നൽകി. വൈരത്തോട് 15 ദിവസം കൊണ്ട് പൂർത്തിയാകും. അതുപോലെ തന്നെ പട്ടംനടക്കാവ് റോഡിൻ്റെ റെസ്റ്റോറേഷൻ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ തിരൂർ ഏഴൂർ റോഡിൻ്റെ വർക്ക് ആരംഭിക്കും. ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉറപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങാട്ടിരി പൂക്കൈത റോഡ് 15 ദിവസം കൊണ്ട് വർക്ക് ആരംഭിക്കാമെന്ന് EXC പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷകരമായ ചില അറിയിപ്പുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ തിരിയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് തന്നെ കാര്യങ്ങൾ പൂർത്തീകരിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കണം. നമുക്കറിയാം, വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ചില്ലറ വർക്കുകളുണ്ട്. അത് ത്വരിതപ്പെടുത്താമെന്നും ബന്ധപ്പെട്ട ആളുകളോട് അറിയിച്ചു. യോഗത്തിൽ പൊതുമരാമത്ത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മിനി, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത, തിരൂർ സ്പെഷ്യൽ തഹസിൽദാർ K ഷാജി, തഹസിൽദാർ നൌഷാദ്, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഷാഫി, വാട്ടർ അതോറിറ്റി AE ജോംസൺ, പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം കാർത്തിക, RBD CK മാനേജർ VK അനസ്, KRFB ഉദ്യോഗസ്ഥരായ അഫ്സൽ, അഭിലാഷ്, സഞ്ജു എന്നിവർ പങ്കെടുത്തു.